ഹരേ കൃഷ്ണ. നമുക്ക് ഇനിയും നോക്കാനുള്ളത് 15ാമത്തെ ദശകമാണ്. ഈ 15ാമത്തെ ദശകം എന്ന് പറയുന്നത് 14ാമത്തെ ദശകത്തിൻ്റെ കപിലാവതാരത്തിൻ്റെ തുടർച്ചയാണ്. കപിലാവതാരം കഴിഞ്ഞ് നമ്മൾ ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു. അതിനുശേഷം കപിലവാസുദേവ ഭഗവാന്റെ അച്ഛൻ ആ കർദമ പ്രജാപതി തൻ്റെ ഭാര്യയും തൻ്റെ കുടുംബത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, കാരണം ആ കർദമ പ്രജാപതിയുടെ വിവാഹത്തിന് മുൻപുള്ള ആ ജീവിതം തന്നെ ഭഗവത് വിചാരത്തിൽ സദാ മുഴുകിക്കഴിഞ്ഞിരുന്ന ആ ഒരു സന്യാസ താപസശ്രേഷ്ഠനായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ദൗത്യം വിവാഹത്തിലൂടെ എന്തായിരുന്നുവോ അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുക, തന്നെയല്ല ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള ദേവഹൂതി ദേവിയുടെ ആവശ്യപ്രകാരം അത് കഴിഞ്ഞ് വനത്തിലേക്ക് പുറപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അങ്ങനെ കഴിയവേ, അപ്പോൾ കർദമ പ്രജാപതി പോയി കഴിഞ്ഞതിന് ശേഷവും ദേവഹൂതിയുടെ ജീവിതം ആ ഒരു ഈശ്വരാധിഷ്ഠിതമായി തന്നെ, ഈശ്വര വിചാരത്തിൽ അധിഷ്ഠിതമായി തന്നെ പോവുകയായിരുന്നു. എപ്രകാരമായിരുന്നു കർദമ പ്രജാപതി തൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഭഗവത് സേവയ്ക്കായിക്കൊണ്ട് തൻ്റെ ജീവിതം നീക്കിവെച്ചിരുന്നത്, ഇപ്പോഴും അതേപോലെ തന്നെ കർദമ പ്രജാപതിയുടെ പ്രിയപത്നിയായിട്ടുള്ള ദേവഹൂതി ദേവി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ പോയതൊന്നും അറിഞ്ഞില്ല. കപിലവാസുദേവൻ വളർന്നു. അങ്ങനെ ആ കപില ഭഗവാൻ വളർന്ന് ഏകദേശം ജ്ഞാനിയാണ്, തൻ്റെ പിതാവിനെ പോലെ തന്നെ ജ്ഞാനിയാണ്. തന്നെയുമല്ല, തനിക്ക് പിറന്നത് ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നും ദേവഹൂതിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഏകദേശം വേദശാസ്ത്രങ്ങളെല്ലാം സ്വായത്തമാക്കി കഴിഞ്ഞിരുന്ന ആ കപില ഭഗവാന്റെ അടുത്ത് ദേവഹൂതി ദേവി വന്ന് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ദേവഹൂതി ദേവിക്ക് തൻ്റെ ജീവിതം ആയുസ് ഇത്രയേറെ കഴിഞ്ഞിരിക്കുന്നു, ആ ശ്രേഷ്ഠനായിട്ടുള്ള കർദമ പ്രജാപതി കൂടെയുണ്ടായിരുന്നപ്പോഴും ഈ ആത്മതത്വത്തെ വേണ്ട വിധത്തിൽ തനിക്ക് അറിയണമെന്ന് തോന്നിയില്ലല്ലോ എന്നൊരു വിഷമം ആ ദേവഹൂതി ദേവിയിൽ ഉണ്ടാവുകയും അതിന് പരിഹാരമായി ഭഗവാൻ തന്നെ തൻ്റെ പുത്രനായി അവതാരം ചെയ്തപ്പോൾ ജ്ഞാനസൂര്യനായി ശോഭിക്കുന്ന ആ കപില ഭഗവാനോട് തന്നെ തൻ്റെ ഉള്ളിലെ ഈ അജ്ഞാനാന്ധകാരത്തെ നീക്കിത്തരാൻ അപേക്ഷിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി ഇവിടെ കപില ഭഗവാന്റെ അടുത്ത് വന്ന ദേവഹൂതി ദേവി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് വളരെ ഇന്നത്തെ ഈ കലിയുഗത്തിലും വളരെയേറെ പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. അഥവാ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ ദേവഹൂതി ദേവി ഇത് ചോദിക്കുന്നത്. അതിനുവേണ്ടി അതിനുള്ള മറുപടി എന്നോണമാണ് കപില ഭഗവാൻ 9 ശ്ലോകങ്ങളിലായിട്ട്, നമുക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇവിടെ 9 ശ്ലോകങ്ങളിലായിട്ട്, നമുക്ക് ഭാഗവതത്തിൽ നോക്കിയാൽ തൃതീയ സ്കന്ധത്തിൽ 25 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളിലായിക്കൊണ്ട് 9 അധ്യായങ്ങളിലായി ശ്രീ വ്യാസഭഗവാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, കപിലവാസുദേവൻ എന്താണോ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്ത ആ ആത്മതത്വം, അതിൻ്റെ സാരാംശത്തെ 9 ഓരോ അധ്യായത്തിൻ്റെയും കാതലിനെ ഒരു ശ്ലോകമാക്കി മാറ്റിക്കൊണ്ട്
9 ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ അമ്മയായ ദേവഹൂതി ദേവി തൻ്റെ പുത്രനായ കപില ഭഗവാന്റെ അടുത്ത് വന്ന ചോദിക്കുന്ന ഒരു കാര്യം, ഈ അസത്തായ ഇന്ദ്രിയങ്ങൾ മൂലം എന്നും ഒരു മഹാമോഹങ്ങളുടെ ഒരു തമസിൽപ്പെട്ടുഴലുകയാണ് ഇപ്പോൾ ഞാൻ, അതായത് ദേവഹൂതി ദേവി. അങ്ങനെയെങ്കിൽ ഈ യാതൊരു മോഹത്തിനാലാണോ എന്നിൽ ഞാൻ എൻ്റേത് എന്നൊക്കെയുള്ള ഒരു ഭേദവിചാരം ഈ ലോകത്തിൽ ഞാൻ കാണുന്നത്? അതിൽ നിന്നും കരകയറാനായി, ഈ സംസാരസാഗരത്തിൻ്റെ മറുകര എത്താനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സംസാരത്തിൻ്റെ ദുഃഖങ്ങൾക്ക് മുഴുവൻ കാരണമാകുന്ന ഈ ഒരു ഇന്ദ്രിയങ്ങളുടെ ഈ ഒരു സവിശേഷമായ ഈ ഒരു ഭാവത്തിൽ നിന്നും എനിക്ക് എങ്ങനെയാണ് എന്നെ ഒന്ന് മറുകര എത്തിക്കാൻ കഴിയുന്ന? അല്ലയോ ഭഗവാനെ, അവിടുന്ന് തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ളത്, എനിക്കിത് പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞ് മകനായ ശ്രീ കപില ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അവിടെ ദേവഹൂതി ദേവി. ആ സമയത്ത് ആ കപില ഭഗവാൻ അമ്മയ്ക്കായിക്കൊണ്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ്, ഈ സംസാര സാഗരത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ 9 ശ്ലോകങ്ങൾ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ 9 അധ്യായങ്ങളിലൂടെയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് 9 ശ്ലോകങ്ങളിലൂടെയും ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ശ്ലോകത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. നമുക്ക് ഈ നാരായണീയത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും ഈ ഭഗവാന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പല ഭക്തന്മാരിൽ നിന്ന് കേൾക്കാൻ കഴിയും. എന്നാൽ ആ പരമമായ ആത്മതത്വത്തെ ഉപദേശിക്കുന്ന ധാരാളം അവതാരങ്ങൾ ഭഗവാന്റേത്, ഹംസാവതാരമായിട്ടാണെങ്കിലും അങ്ങനെ പല അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ടെങ്കിലും വളരെ രസകരമായി തോന്നുന്ന 2 ഇടങ്ങളിലാണ് ആ ആത്മതത്വത്തെ ഉപദേശിക്കുന്നത്. ഒന്ന്, ഇവിടെ കപില ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതി ദേവിക്കായിട്ട് ഉപദേശിക്കുമ്പോൾ ഭഗവാന്റെ ഭക്തോത്തമനായ ഭക്തപ്രഹ്ലാദൻ അവിടെ പിതാവിന് ഉപദേശിക്കുന്നത് നമുക്ക് കാണാം. പിതാവായ ഹിരണ്യകശിപുവിന് ഈ തത്വത്തെ വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഒരിടത്ത് മകൻ അച്ഛൻ ഉപദേശിക്കുന്നതാണെങ്കിൽ മറ്റൊരിടത്ത് മകൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു ഈ ആത്മതത്വത്തെ. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ലളിതമായിട്ട് ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആ തത്വത്തെ നമുക്കായിക്കൊണ്ട് പറഞ്ഞു തരികയാണ്. ഇനി നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇനി ഇവിടെ നമുക്ക് ഈ 9 ശ്ലോകങ്ങളുടെയും 8 ശ്ലോകങ്ങളുടെയും അവസാനത്തെ ഒരു വരി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. 8 ശ്ലോകങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞു നിർത്തുന്നത്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. നമുക്കിനി അതിലെ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് കടക്കാം. മതിരിഹ ഗുണസക്ത, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ശ്ലോകത്തിൻ്റെ ട്യൂൺ പറയാൻ മറന്നു, ഈ സാന്ദ്രയാണ്. അപ്പോൾ പറയാണ് മതിരിഹ, മതിഹി ഇഹ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മതിരിഹ. മതി
എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുദ്ധി. ഇഹ ഈ, അതായത് ഈ ബുദ്ധിയൊക്കെ എങ്ങനെയാ? ഗുണസക്ത, ഈ വിഷയഗുണങ്ങളിൽ ആസക്തിയായിട്ടിരിക്കുന്നതാണ് എൻ്റെ ഈ ബുദ്ധി. അല്ല, നമ്മുടെയൊക്കെ, എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇവിടെ കപില ഭഗവാൻ പറയുകയാണ് ഈ ബുദ്ധി എങ്ങനെയാണ്? വിഷയഗുണങ്ങളിൽ ആസക്തമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധകൃത്തേഷ്വസക്ത, ബന്ധകൃത തേഷു അസക്ത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ബന്ധകൃത്തേഷ്വസക്ത. ബന്ധകൃത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധനത്തിന്, സംസാര ബന്ധത്തിന് അതുകൊണ്ട് തന്നെ കാരണമായിത്തീരുന്നു. തേഷു, തേഷു എന്നാൽ അവയിൽ, അസക്ത ആസക്തിയില്ലാത്ത, ത്വമൃതകൃതുപരുന്ധേ, തു അമൃതകൃത ഉപരുന്ധേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ത്വമൃതകൃതുപരുന്ധേ. തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകട്ടെ. അമൃതകൃത മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ നാശത്തിന് അതീതമായ ഒരവസ്ഥയിലേക്ക് കടക്കുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അമൃതകൃത് ഉപരുന്ധ, അമൃതകൃത എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഉപരുന്ധേ തടയുന്നു. ഭക്തിയോഗസ്തു, ഭക്തിയോഗഃ തു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭക്തിയോഗസ്തു. ഭക്തിയോഗഃ എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാകട്ടെ, അതായത് ഭഗവാൻ വിഷയങ്ങളിലുള്ള താല്പര്യം, അതിനോട് ചേർന്നിരിക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെ വെമ്പൽ, അതാണ് യോഗം എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് വേറിട്ടൊന്ന് ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ സദാ ഭഗവത് വിചാരങ്ങളിൽ തന്നെ മുഴുകി കഴിയുന്ന ആ ഭക്തിയോഗമാകട്ടെ സക്തിം, സക്തിം എന്നാൽ ആ ഒരു വിഷയാസക്തിയെ. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് വിഷയ ഗുണങ്ങളിൽ ആസക്തമായിരിക്കുന്ന ഈ ബുദ്ധി, നമ്മുടെ ബുദ്ധി, അത് സദാ സംസാരബന്ധത്തിന് കാരണമാകുന്നു. എന്നാൽ ഭക്തിയോഗമാകട്ടെ, സദാ ഭഗവത് വിചാരം ചെയ്യുന്നവരാകട്ടെ, അവർക്ക് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ, വിഷയങ്ങളെയൊക്കെ ഈ ഭക്തിയോഗം തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് തന്നെ അവരുടെ ബുദ്ധി ഇതിനോടൊക്കെ ആസക്തിയില്ലാതെ വർത്തിക്കുകയും അതുകൊണ്ട് തന്നെ അത് അമൃതകൃത് മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മഹദനുഗമലഭ്യ, മഹദ അനുഗമ ലഭ്യ, മഹത്തുക്കളെ അനുഗമിക്കുക അഥവാ അവരുമായിട്ടുള്ള സംസർഗം കൊണ്ട്, അവരെ പിന്തുടരുന്നത് കൊണ്ട് ലഭിക്കുന്ന ഭക്തിരേവാത്ര, ഭക്തിഹി ഏവ അത്ര, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭക്തിരേവാത്ര. ഭക്തിഹി എന്ന് പറഞ്ഞാൽ ഭക്തി, ഏവ തന്നെയാണ്, അത്ര ഇവിടെ സാധിക്കേണ്ടത്. അതായത് മഹത്തുക്കളുമായിട്ടുള്ള സംസർഗത്തിലൂടെ ഭക്തി ലഭിക്കുക. കാരണം മഹത്തുക്കളുടെ ഭക്തി എന്ന് പറയുന്നത് ഫലേച്ഛ കൂടാത്ത ഭക്തിയാണ്, നിഷ്കാമമായ ഭക്തിയാണ്. ആ ഭക്തി, ആ സംസർഗത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അപ്പോഴേ ഇന്ന് നമ്മളൊക്കെ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഭീഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിൽ നിന്നും മാറി ആ ഒരു നിഷ്കാമ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ മഹത്തുക്കളായിട്ടുള്ളവരുടെ സംസർഗം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരിൽ നിന്നും ഭക്തി നേടുകയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സദാ മഹത്തുക്കളുമായൊരു സജ്ജനങ്ങളുമായിട്ട് ഒരു സംസർഗം നമ്മൾ
കാത്തു സൂക്ഷിക്കണം. കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാതി. കപിലതനുഹു, കപില വാസുദേവരായി, തനു എന്ന് പറഞ്ഞാൽ അവതരിച്ചിരിക്കുന്ന, അവതാരമെടുത്തിരിക്കുന്ന അങ്ങ്. അപ്പോൾ ഇവിടെ പറയാം കപിലതനു, കപിലവാസുദേവനായി അവതാരം ചെയ്തിരിക്കുന്ന ഇതി എന്ന, കപിലതനുരിതി, കപിലതനുഹു ഇതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നു. അവിടെ കപിലതനുഹു എന്ന് പറഞ്ഞാൽ കപിലവാസുദേവനായിട്ട് അല്ലെങ്കിൽ കപിലനായിട്ട് അവതാരമെടുത്ത, ഇതി എന്ന് പറഞ്ഞാൽ എന്ന, ത്വം അങ്ങ്. അപ്പോൾ ആരാണ് കപില ഭഗവാനായിട്ട് വന്നിരിക്കുന്നത്? അങ്ങ് തന്നെയാണ്. അപ്പോൾ ആ അങ്ങ് ഇപ്രകാരം ദേവഹൂത്യൈ, ദേവഹൂതി ദേവിയോട്, തൻ്റെ അമ്മയായ ദേവഹൂതി ദേവിയോട് ന്യഗാതി, ഉപദേശിച്ചു. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ആദ്യത്തെ ഉപദേശമാണ് ബുദ്ധി. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് വിഷയഗുണങ്ങളിൽ ആസക്തമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഈ സംസാര ബന്ധനത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ഈ മനസ്സിനെ, ഈ ബുദ്ധിയെ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതെയാക്കണമെങ്കിൽ അത് ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭക്തിയോഗത്തിലുള്ള സജ്ജനങ്ങളുടെ, സുഹൃതികളുടെ ബുദ്ധി വിഷയങ്ങളിൽ നിന്നും, അങ്ങനെയുള്ളവരുടെ ബുദ്ധിയെ വിഷയങ്ങളിൽ നിന്നും തടയുന്നത് ഈ ഭക്തി തന്നെയാണ്. ആ ഭക്തിയാകട്ടെ എങ്ങനെ നേടാമെന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഉത്തമമായ ഭക്തി നേടണമെങ്കിൽ, ശ്രേഷ്ഠമായ ഭക്തി കൈവരിക്കണമെങ്കിൽ മഹത്തുക്കളുമായിട്ടുള്ള സംസർഗം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അമ്മേ എന്നിങ്ങനെ കപിലവാസുദേവരായി അവതരിച്ച അല്ലയോ ഭഗവാനെ, അങ്ങ് ആ മാതൃസ്വരൂപിണിയായിട്ടുള്ള അവിടുത്തെ മാതാവായിരിക്കുന്ന, അവിടുത്തെ മാതാവാകാൻ ഭാഗ്യം സിദ്ധിച്ച ദേവഹൂതി ദേവിയോട് ഇപ്രകാരം ഉപദേശിച്ചു. ആ ദേവഹൂതി ദേവിയുടെ ഒരു ഭാഗ്യം, മഹാഭാഗ്യം. കാരണം ഈ ആത്മതത്വത്തെ അറിയാൻ കഴിഞ്ഞത് സാക്ഷാൽ ഭഗവാനിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മൾ ശ്രീകൃഷ്ണാവതാരത്തിൽ നോക്കിയാൽ പോലും ഭഗവാന്റെ പിതാവായ വസുദേവർക്ക് ഈ ആത്മതത്വത്തെ പറഞ്ഞു കൊടുക്കാൻ ശ്രീ നാരദ മഹർഷിയാണ് ഭഗവാൻ നിയോഗിക്കുന്നത്. അപ്പോഴും തൻ്റെ ഭക്തനായ ഉദ്ധവർക്ക് ഭഗവാൻ സ്വയം അത് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. തൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ടുള്ള, തൻ്റെ പ്രിയ മിത്രമായിരുന്ന അർജുനന് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ഈ തത്വത്തെയൊക്കെ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു അവതാരത്തിൽ ഭഗവാന്റെ അമ്മയാകാനും ആ അമ്മയ്ക്ക് പുത്രനായ പുത്രഭാവത്തിൽ നിൽക്കുന്ന മകനിൽ നിന്ന് തന്നെ ഈ ആത്മതത്വത്തെ ഗ്രഹിക്കാനുമുള്ള മഹാഭാഗ്യം സിദ്ധിച്ച സുകൃതിയാണ് ദേവഹൂതി ദേവി. ഒരു പക്ഷേ കൃഷ്ണാവതാരത്തിൽ വസുദേവർക്കും ആ ദേവകീ ദേവിക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് ഇപ്പോൾ ഇവിടെ ദേവഹൂതി ദേവിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വിഷയങ്ങളിൽ വിഷയാസക്തമാണ് ഈ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് തന്നെ. നമുക്കറിയാം, ഓരോ ജന്മവും ഈ ഭൂമിയിലെ സർവ്വസൃഷ്ടികളും സർവ്വചരാചരങ്ങളും തങ്ങളുടെ കർമ്മ പ്രാരബ്ധത്തെ അനുഭവിക്കാൻ വേണ്ടി, അത് അനുഭവിച്ച് തീർക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നവരാണ്, അല്ലേ? അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് മുഴുവൻ ഇങ്ങനെ അത് ചിലവാക്കി നമ്മൾ അനുഭവിക്കുക, നമ്മൾ തന്നെ അനുഭവിക്കുക, നമ്മൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തിരിക്കുന്ന പുണ്യപാപ കർമ്മങ്ങളൊക്കെയും. അതിൻ്റെയൊക്കെ ഫലം മുഴുവനും ഒരു പക്ഷേ അതാത് ജന്മങ്ങളിൽ അനുഭവിച്ച് തീർന്നിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ ബാക്കി ഇനിയും നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ പൂർവ്വ ജന്മങ്ങളിലെ വാസനകളും ആ ഗുണങ്ങളും നമ്മളോടൊപ്പം ചേരും. അങ്ങനെ ആ ഏതേതൊക്കെ ഗുണങ്ങൾ, വാസനകൾ
ഇനിയും അവശേഷിക്കുന്നുണ്ടോ, അതും കൂടിയൊക്കെ ചേർന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടാവുന്നത്. അത് മനുഷ്യനും തന്നെയല്ല, സർവ ചരാചരങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. എത്രയോ വിജന പ്രദേശങ്ങളിൽ ഒരിറ്റു വെള്ളം ചുവട്ടിൽ ഒഴിക്കാൻ ആരുമില്ലാതെ തുളസി ചെടികൾ നിൽക്കുന്നുണ്ട്. അതേസമയം ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നമ്മൾ തുളസി തൈകൾ വെച്ചു പിടിപ്പിക്കുന്നു, അതിനൊക്കെ ജലമൊഴിക്കുന്നു, സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ വെച്ചു പിടിപ്പിക്കുന്നു. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ, അതായത് ഒരു സദ്ഭാവം നിറഞ്ഞു നിൽക്കുന്ന അങ്കണങ്ങളിൽ വളരുന്ന തുളസികൾക്കാകട്ടെ അവയുടെ ഇലകൾക്ക് ആ ഭഗവൽ പാദങ്ങളിൽ അർച്ചിക്കപ്പെടാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അംഗങ്ങളുമായി ഒരു സ്പർശമുണ്ടാകാനുള്ള യോഗവും അങ്ങനെയുള്ള സസ്യങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു തുളസിയായി ജനിച്ചാൽ പോലും അത് എവിടെ ജനിക്കുന്നു എന്നതുപോലും പൂർവ കർമ്മത്തെ ആ ഒരു പ്രാരബ്ധത്തിനനുസരിച്ചാണ്. ഇനി നമുക്ക് മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാലും നമുക്കറിയാം, എത്രയോ മയിലുകളുണ്ട്. പക്ഷെ എല്ലാ മയിലുകൾക്കും ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണാം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെയും നമുക്ക് മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെയും മയിലുകൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, ഞാൻ പൊതുവായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ മയിലുകൾക്കും ആ ഒരു ക്ഷേത്രാങ്കണത്തിൽ സദാ ഭഗവാന്റെ ആ ഒരു ഭഗവാൻ കുടികൊള്ളുന്ന ആ മണ്ണിൽ ഒരു സംസർഗം ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ എത്രയോ ആനകളുണ്ട്. പക്ഷേ ഭഗവാന്റെ തിടമ്പേറ്റാനും ഈ ദേവചൈതന്യത്തെ തൻ്റെ ശിരസിലേറ്റാനും ആ ദേവചൈതന്യം കുടികൊള്ളുന്ന ആ ഒരു അങ്കണത്തിൽ വസിക്കാനും എത്ര ആനകൾക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട്. എത്രയോ ആനകൾ ആ ഒരു തമോ ഗുണത്തിൽ അധിഷ്ഠിതമായി അല്ലേ മറ്റുള്ളവരെ കൊല്ലുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കാണാറില്ലേ? അപ്പോൾ ഇതൊക്കെ തൻ്റെ ഉള്ളിൽ പൂർവ്വജന്മങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് ഒരു വ്യക്തിയിലെ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. ഇനി മനുഷ്യരായിരുന്നാൽ പോലും എത്ര പേർക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാനോ ഭഗവാനെക്കുറിച്ച് വിചിന്തനം ചെയ്യാനോ, ഇനി ഒന്നും വേണ്ട, 2 നാമം ജപിക്കാൻ പോലും എത്ര പേർക്ക് കഴിയുന്നുണ്ട്? മനുഷ്യനായി പിറന്നിട്ടും ഒരു നാരായണീയം വായിക്കാനോ ഭാഗവതം വായിക്കാനോ ഒരു ദിവസം ഭഗവാന്റെ 10 നാമം ജപിക്കാനോ പോലും ബുദ്ധിയിൽ വരാത്ത, സദ്ബുദ്ധി ഉണ്ടാവാത്ത എത്രയോ മനുഷ്യജന്മങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു പൂർവ്വജന്മങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ട് വന്ന സംസ്കാരം, വാസനകൾ, ഗുണങ്ങൾ, അതിനൊക്കെ അധിഷ്ഠിതമായിട്ടാണ് ഓരോ സൃഷ്ടിയും ഇവിടെ നടക്കപ്പെടുന്നത്. ഈ ഗുണങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് വിഷയങ്ങളോട് വരുന്ന നമ്മുടെ ആസക്തിയും. അപ്പോൾ സത്വഗുണമേറിയിരിക്കുന്നവരിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമം ജപിക്കുക, സദ്ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇങ്ങനെയുള്ളതിനോടൊക്കെ അവർക്കൊരു പ്രതിപത്തി കൂടുതലായിരിക്കും. എന്നാൽ രജോ ഗുണം കൂടുതലുള്ളവരിൽ ലൗകികമായ മറ്റു വിഷയങ്ങളോടൊക്കെ ആയിരിക്കും അവർക്ക് പ്രതിപത്തി കൂടുതലുണ്ടാവുക. തമോ ഗുണം കൂടുതലുള്ളവരിൽ അധികവും അവർക്ക് അവരുടെ ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതിൽ, തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വന്നുകൊണ്ടായാലും തനിക്ക് സുഖിക്കണം എന്ന് മാത്രം, ഞാൻ എൻ്റേത് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു തലത്തിലായിരിക്കും അങ്ങനെയുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ 3 വിഭാഗത്തെയും നമുക്ക് കാണാം. എന്നാൽ അതും നമ്മൾ നോക്കിയാൽ എപ്പോഴും ഈ ഗുണങ്ങളൊക്കെ ഒരേ അളവിലല്ല എന്നും കാണാം, ഒരേ വ്യക്തിയിൽ തന്നെ. ഇതിനും പലപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്. അതുമൊക്കെ വ്യക്തി അധിഷ്ഠിതമാണ്. ഓരോ വ്യക്തിയിലും ഈ ഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ താല്പര്യം, നമ്മുടെ വാസനകൾക്കനുസരിച്ചുള്ള നമ്മുടെ പ്രതിപത്തി, നമ്മുടെ ആസക്തി എന്തിനോടാണോ അതിനനുസരിച്ചാണ് ബുദ്ധിയും പ്രവർത്തിക്കുന്നത്.
അപ്പോൾ നമുക്ക് ആഡംബരങ്ങളോട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ബുദ്ധി എപ്പോഴും അതിലേക്ക് തന്നെയാവും. അത് നേടണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതുണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളിൽ കുടിയിരിക്കുന്ന, നമ്മളിൽ ഇൻഹറൻ്റായിട്ടുള്ള, നമ്മൾ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഗുണവാസനകൾക്കൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ബുദ്ധി വർത്തിക്കുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ ഗുണങ്ങളിലും വാസനകളിലും കൂടിച്ചരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി വർത്തിക്കുന്ന ബുദ്ധിയും എപ്പോഴും സദാ ഈ വിഷയങ്ങളോട്, നമ്മുടെ ചുറ്റിനുമുള്ള വിഷയങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അഥവാ ഈ ഒരു ബുദ്ധി അതുകൊണ്ട് തന്നെ സംസാര ബന്ധനത്തിന് തന്നെ കാരണമായി തീരുന്നു. എന്നാൽ സദാ ഭഗവത് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗീശ്വരന്മാരെ നോക്കിയാൽ അവർക്ക് ഈ വിഷയങ്ങളുമൊക്കെ തൻ്റെ ചുറ്റിനും ഇതൊക്കെ ഇരിക്കുമ്പോഴും, പങ്കത്തിൽ നിൽക്കുമ്പോഴും പങ്കജത്തിൽ പങ്കമണിയാത്തതുപോലെ, ചെളിയിൽ നിൽക്കുന്ന താമരയിൽ ചെളി പറ്റാത്തതുപോലെ, ഈ വിഷയനിബിഡമായ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ നോക്കിയാൽ കാണാം സാത്വിക ഭാവത്തിൽ നിൽക്കുന്ന യോഗീശ്വരന്മാർക്ക് ഇവയിലൊന്നും യാതൊരു ഒട്ടലുമില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ആ ഭക്തിയോഗം, അവർ ഏതൊരു യോഗത്താൽ ഭഗവാനോട് ചേർന്നിരിക്കുന്നുവോ ആ ഭക്തിയോഗം തന്നെ ഈ വിഷയങ്ങളെയൊക്കെ അവരിൽ നിന്നും അവരിലേക്ക് എത്താതെ തടയുന്നുണ്ട്. അത് അവർ സ്വയം ചെയ്യുന്നതല്ല, അവരിൽ നിന്ന് താനേ ഇത് അകന്നു പോകുന്നതാണ്. ഒരു താമരയിലയിൽ വെള്ളമൊഴിച്ചാൽ അത് എപ്രകാരം അതിനെ നനയ്ക്കുന്നില്ലയോ, കുതിർക്കുന്നില്ലയോ, അതേപോലെ വിഷയങ്ങളുടെ നടുക്കിരിക്കുമ്പോഴും അതിനോടൊന്നും ബന്ധപ്പെടാതെ, അതൊന്നും തൻ്റെ ഉള്ളിലേക്ക് കയറാതെ, തൻ്റെ ബുദ്ധി സദാ ഏതൊരു രൂപത്തിങ്കൽ, ഏതൊരു ചൈതന്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു, അതിൽ തന്നെ നിൽക്കുന്നു. ഈ ഭക്തി തന്നെയാ ഈ വിഷയങ്ങളെയൊക്കെ അകറ്റുന്നു, അല്ലെങ്കിൽ തടയുന്നു. അങ്ങനെയുള്ള മഹത്തുക്കളുമായിട്ടുള്ള സംസർഗം ഉണ്ടായാൽ, സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സംസർഗം കൊണ്ട് തന്നെ നമുക്കുമൊക്കെ ഈ വിഷയഫലങ്ങളിൽ നിന്ന്, ഈ വിഷയരസങ്ങളിൽ നിന്നും നമുക്കുമൊക്കെ പതിയെ 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 കയറാനാവും. അഥവാ അങ്ങനെയുള്ള മഹത്തുക്കളുമായി, സജ്ജനങ്ങളുമായിട്ടുള്ള ഒരു സംസർഗം തന്നെയാണ് ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുള്ളത്, നേടേണ്ടതായിട്ടുള്ളത് എന്ന് കപില വാസുദേവനായി അവതാരം കൊണ്ട ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതി ദേവിക്കായിക്കൊണ്ട് ഉപദേശിച്ചു. കത്തി നിൽക്കുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിക്ക് മാത്രമേ മറ്റൊന്നിലേക്ക് വെളിച്ചം പകരാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ സജ്ജനങ്ങളായ യോഗീശ്വരന്മാർ അവരുടെ ഉള്ളിലെ ആ ഭക്തിയുടെ ആ ഒരു വെളിച്ചം അവർ പോലും അറിയാതെ മറ്റുള്ളവർക്ക് വെളിച്ചം ഏകുകയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് അവരുടെ സംസർഗം കൊണ്ട് തന്നെ നമുക്കും ഈ ഒരു അറിവ് വന്നു ചേരുന്നതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, മതിരിഹ അവിടെ ഇഹ ആണ്. അതുപോലെ ബന്ധകൃത്തേഷ്വസക്ത, അവിടെ കൃത്തേഷു ബന്ധകൃത് തേഷു അസക്ത ആണ്. അതുകൊണ്ട് ബന്ധകൃത്തേഷ്വസക്ത, ശ്വ എന്നുള്ളതിന് അകാരം കൊടുക്കണം. അതുപോലെ ത്വമൃത കൃതുപരുന്ധേ, ത്വമൃത, തു അമൃതാണ്, ത്വാ അവിടെ അകാരം കൊടുത്ത് വായിക്കുക. ത്വമൃത കൃതുപരുന്ധേ ആണ്.
ദായ്ക്ക് ഉകാരം, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് മഹദനുഗമലഭ്യ, ദായ്ക്ക് അകാരം കൊടുക്കണം, അനുഗമലഭ്യാണ്. പിന്നെ ഭക്തിരേവാത്ര സാധ്യ, അതും ശ്രദ്ധിക്കുക, അത്ര ഭക്തിരേവാത്ര സാധ്യ. ഇത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കപിലതനുരീതിത്വം, ഇതിയാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്കൊന്ന് വിചാരം ചെയ്യാനുള്ള. ഇനിയും ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലെ പദവിന്യാസം കൂടി ഒന്ന് നോക്കാം. ഇഹ ഗുണസക്താ മതിഹി ബന്ധകൃത്, തേഷു അസക്താ തു അമൃതകൃത്, ഭക്തിയോഗഃ തു സക്തിം ഉപരുന്ധേ, അത്ര മഹദനുഗമലഭ്യ ഭക്തിഃ ഏവ സാധ്യ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഒന്നുകൂടി പറയാം. ഇഹ ഗുണസക്താ മതിഃ ബന്ധകൃത്, തേഷു അസക്താ തു അമൃതകൃത്, ഭക്തിയോഗഃ തു സക്തിം ഉപരുന്ധേ, അത്ര മഹദനുഗമലഭ്യ ഭക്തിഃ ഏവ സാധ്യ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകവുമായിട്ട് നമുക്ക് ഈ ഒരു സാഖ്യയോഗം അഥവാ ഈ കപിലോപദേശം എന്ന് പറയുന്നത് തന്നെ വളരെ ആഴമുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ദൈർഘ്യം കൂടി പോകുന്നുണ്ടാവാം. കഴിയുന്നത്ര അത് ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ.